അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വിജയ് നായകനായി എച്ച് വിനോദ് ഡയറക്റ്റ് ചെയ്ത ജനനായകൻ എന്നുള്ള സിനിമ ഇന്ന് റിലീസായി. കാലത്തന്നെ FDFS പോയി കണ്ടു. എന്താ പറയണ്ട്, ഇതിനായിരുന്നു ഇത്ര നാൾ കാത്തിരുന്നത്, ഇത്ര മാസങ്ങൾ കാത്തിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോകണം. വിജയ് എന്നൊരു നടൻ്റെ ഒരു ഫെയർവെൽ സിനിമയാണ്, അവസാനത്തെ സിനിമയാണ്. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക, ഒരു കണ്ടൻറ്റ്, അതിനുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അതിനൊരു സ്ക്രീൻ പ്ലേ, സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഒരു ഫെയർവെൽ സിനിമേനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, ഇത് ഭഗവത് കേസരി എന്നുള്ള സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ്. ഫസ്റ്റ് ഹാഫൊക്കെ സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ്സ് ഭഗവത് കേസരിയുടെ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് കുറച്ച് പൊളിറ്റിക്സ്, കറണ്ട് ലൈവിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എച്ച് വിനോദിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗും ഒക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫാണ് നമ്മൾ കണ്ട സിനിമ. ഭഗവത് കേസരി ഞാൻ കണ്ടതാണ്, 3-4 വർഷം മുന്നേ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പടം അനൗൺസ് ചെയ്തപ്പോൾ ഇതിൻ്റെ റീമേക്കാണ്, ഒഫീഷ്യൽ റീമേക്കാണെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ വീണ്ടും അത് കാണാൻ പോയില്ല. കാരണം എന്തായാലും നമ്മൾ ജനനായകൻ റിലീസിന് വരുമ്പോൾ കാണാം, ഇനി വീണ്ടും ഇത് കാണാൻ പോയിട്ട് നമുക്ക് ഒരു ഫ്രഷ് ഫീൽ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ സിനിമ പിന്നീട് കാണാനൊന്നും പോയില്ല. റിലീസായ സമയത്ത് 3-4 വർഷം മുന്നേ കണ്ടതാണ്. സോ കുറേ സീൻസൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് പല സീനുകളും വീണ്ടും ഓർമ്മ വരികയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എച്ച് വിനോദ് സ്വന്തമായിട്ട് എഴുതിയിട്ട് സെക്കൻഡ് ഹാഫ് എഴുതി വെച്ചിട്ടില്ലേ, അത് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ബോറ്. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് സ്ക്രീൻ പ്ലേ വൈസ്, ആ സ്റ്റോറിയുടെ ഫ്ലോ ഇല്ല, മൊത്തത്തിൽ എന്തോ കാണിച്ചു വെച്ച് ക്ലൈമാക്സ് ഒക്കെ നീട്ടി വലിച്ച് എനിക്ക് ബീസ്റ്റും ഗോട്ടൊക്കെ കണ്ടൊരു ഫീലാണ് ലാസ്റ്റ് ക്ലൈമാക്സ്. പടം എവിടെ കൊണ്ടുപോയി അവസാനിപ്പിച്ച് കുറേ സെക്കൻഡ് ഹാഫിൽ കുറേ കറണ്ട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതും നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, TV ക്ക് ഇത് ഇലക്ഷന് മുന്നേ വന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് പറഞ്ഞു, എനിക്കും അതായിട്ടൊന്നും തോന്നിയിട്ടുള്ളത്. പക്ഷേ TV യുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വിജയ് ഇലക്ഷനിൽ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ജോണറും വേറെ കാര്യങ്ങളും വെച്ച് എടുക്കാമല്ലോ. എന്തിനാണ് ഇത് റീമേക്ക് റൈറ്റ്സ് വാങ്ങിയിട്ട് ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതിലിട്ടിട്ട് മൊത്തം അവിയൽ പരുവത്തിൽ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല ആക്കിയിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് ഒരു ഫ്രഷ് സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിന് നിങ്ങൾ പൊളിറ്റിക്സ് വൈസും കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു രസമുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഈ ബാലയുടെ അത്യാവശ്യം നല്ലൊരു പടമാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഭഗവത് കേസരി. അത് ആ സമയത്തിന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, തമിഴ് ഡബ്ബും മലയാളത്തിലും തെലുങ്കിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വിജയ്ക്ക് ഓൾമോസ്റ്റ് കൂടുതൽ ഫാൻസ് ഉള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ കണ്ട പടം തന്നെ ശരി വിജയിൻ്റെ സിനിമയാണ്, അവസാനത്തെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സിനിമ കാണാൻ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുതിയ സ്ക്രിപ്റ്റ്, പുതിയ സ്ക്രീൻ പ്ലേ കാര്യങ്ങളല്ലേ കൊടുക്കേണ്ടത്, ഒരു ഫ്രഷ് ഫീലല്ലേ കൊടുക്കേണ്ടത്. അതിന് പകരം എടുത്തു വെച്ച സാധനത്തിന് തന്നെ കൊണ്ടുപോയിട്ട് ഫെയർവെൽ പടത്തിന് ആരെങ്കിലും ചെയ്യുമോ? കുറച്ചെങ്കിലും ഇതിനൊക്കെ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ സംബന്ധിച്ച്, ഇത് ആക്ടർ എങ്ങനെ സംബന്ധിച്ചു, ഇതിൽ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ സംബന്ധിച്ചു, ഇത് എച്ച് വിനോദ് എങ്ങനെയാണ് ഇത് എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളി എടുത്തു വെച്ച ഓൾറെഡി പടങ്ങളെല്ലാം എന്താ പറയുക റീമേക്കാണ്. നേർക്കൊണ്ട പാർവൈ, പിങ്കിൻ്റെ റീമേക്ക്, അത് ഒറിജിനൽ പിങ്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ നേർക്കൊണ്ട പാർവൈ കണ്ടു കഴിഞ്ഞാൽ അജിത്തിൻ്റെ പടം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ തൊഴുതു പോകും. അങ്ങനെ കൊമേഴ്ഷ്യൽ മാസ് മസാലയൊക്കെ കുറേ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിമ എന്നുള്ളൊരു പടം റേസിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ട് അത് അജിത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ എടുത്തിട്ട് കുറേ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കുറേ സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞ് എടുപ്പിച്ച പടമാണ്. സോ ഈ പടം എനിക്ക് തോന്നുന്നത് എച്ച് വിനോദിന് ഇങ്ങനൊരു സിനിമ എടുക്കണം പറഞ്ഞു, അപ്പോൾ ഏതെങ്കിലും ഒരു റീമേക്ക് റേറ്റ് എടുത്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വിജയോ അല്ലെങ്കിൽ TV ക്ക് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇൻപുട്ട് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി സിനിമ കണ്ട സമയത്ത്. കാരണം ഇത് ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഒരു എന്താ പറയുക, അവരുടെ പാർട്ടിക്കും പിന്നെ വിജയ്ക്കും എല്ലാം മൈലേജ് കിട്ടുന്ന പോലെ പിന്നെ നാട്ടിൽ നടക്കുന്ന കുറേ കറണ്ട് പൊളിറ്റിക്സും പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് കൺവേ ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനൊരു സ്റ്റോറീനെ ആഡ് ചെയ്ത് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, വിജയ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുന്നു. ഓൾറെഡി ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്നുള്ളതിനെക്കുറിച്ച് സെക്സ് എഡ്യൂക്കേഷനിലും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി പല സിനിമകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓക്കെ, വിജയ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും, ഓക്കെ, സമ്മതിച്ചു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ആ സീനൊക്കെ ഇതിൽ വന്ന് പറയണ സമയത്ത് നമുക്കൊരു ഫീല് കിട്ടണ്ടേ. ഇത് ഒരു കൊച്ചു വരുന്നുണ്ട്, ചോക്ലേറ്റും കഴിച്ചിട്ട് വരുന്നു, ഒരു ടീച്ചറോ ആരോ എടുത്തിട്ട് വരുന്നുണ്ട്, ഈ കൊച്ചു കരഞ്ഞിട്ടും വരുന്നുണ്ട്, എന്നെ എവിടെയോ തൊട്ടു എന്നോ ടച്ച് ചെയ്തു എന്നോ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിജയ കൊച്ചിനെ എടുത്തിട്ട് അയ്യോ കൊച്ചിങ്ങനെ തൊട്ടുവോ അങ്ങനെ തൊട്ടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് സ്റ്റേജിൽ അവിടെ എന്തോ പരിപാടി നടക്കുകയാണ് സ്കൂളിൽ. നേരെ അവിടെ പോയിട്ട് ഗുഡ് ടച്ച് എന്താണ് ബേട്ട, ആ കുട്ടികൾക്ക് അറിയില്ല വിജയ് ആരാന്ന്. ഞാനൊരു കാര്യം പറയുമ്പോഴേക്കും എല്ലാവരും കൈ നോക്കിയിട്ട് പറഞ്ഞോളൂ പറയും. സാധാരണയൊക്കെ ഞാൻ കണ്ട സ്കൂളിലാണെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലുണ്ട് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കും, ആരാണ് എന്താ പറയാൻ പോകുന്നത്, ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്നൊക്കെ പറയും. സോ നമുക്കത് സീന് കാണുമ്പോൾ നമുക്കേ തോന്നുന്നില്ല, ഇത് വെറുതെ എന്തെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമാറ്റിക് അതിലോട്ട് വരാം, ചുമ്മാ വന്നിട്ട് എന്തോ പ്രസംഗിക്കുക.
ഈ ഗുഡ് ടച്ചാണ് ബാഡ് ടച്ചാണ്, അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല. സോ ഓക്കെ, പക്ഷെ അത് നമുക്ക് കൺവേ ആവേണ്ട ഒരു ഫീൽ വരുന്നുണ്ട്. ഓർഗാനിക്കായിട്ട് ആ സീന് വരുമ്പോൾ നമ്മളിത് എന്താണ് അത് ഇങ്ങനെ എടുത്ത് വെച്ചെന്ന് തോന്നിപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബാലയ്യ അഭിനയിച്ചൊരു സീനുണ്ട്. ഈ എന്താ പറയുക, ഈ ഗാങ്സ്റ്റേഴ്സ് വന്നിട്ട് ഈ വീട് ആക്രമിക്കാൻ വരും. വിജയിൻ്റെ മോളും വിജയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ആക്രമിക്കാൻ വരുന്നൊരു സീനുണ്ട്. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ല. വിജയ് വന്നിട്ട് ചെയറിൽ വീടിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു സീനുണ്ട് ആ സിറ്റ് ഔട്ടിൽ. സോ അതിൽ ബാലയ്യ ഇരുന്നിട്ട് ഇവർ ഗേറ്റ് തുറന്നിട്ട് വടിവാളും കുന്തൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് അടിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പുള്ളി ചേർന്നെങ്കിൽ അനങ്ങുന്ന ഒരു സീനുണ്ട്, നോക്കുന്നൊരു സീനുണ്ട്. ആ ബിയേർഡും താടിയൊക്കെ വെച്ചിട്ട് ആ ലുക്ക് ഉണ്ടല്ലോ, ആ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും, നമുക്കേ പേടി തോന്നും. സോ അതൊക്കെ ഒന്നൊന്നര ഇതല്ല, അത് കണ്ടിട്ടാണ് ഗാങ്സ്റ്റേഴ്സ് പേടിച്ചു കൊടുക്കുന്നത്. പക്ഷേ വിജയ് ആ പെർഫോമൻസ് ചെയ്തപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ബാലയ്യനാണ് എനിക്ക് ഓർമ്മ വന്നത്. പുള്ളി ചെയ്തതിൻ്റെ ഒരു ഓറ എന്നൊക്കെ പറയില്ല, നമ്മൾ ആ ഒരു ഫീൽ എനിക്ക് അവിടെ കിട്ടിയില്ല പുള്ളി ചെയ്തപ്പോൾ. പിന്നെ പക്ഷേ യങ്സ്റ്റർ വേർഷൻ ഉണ്ടല്ലോ, ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെ വിജയ് അതൊരു വിജയിൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ളൊരു സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഭഗവത് കേസരിയിൽ ബാലയ്യ ഫ്ലാഷ് ബാക്ക് സീന് കുറച്ച് യങ്ങർ വേർഷൻ ചെയ്യണ സമയത്ത് അത് ബാലയ്യയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ബാലയ്യ പിന്നെ കുറച്ചുകൂടെ ഏജ്ഡ് ആണല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടെ സ്യൂട്ട് ആവാത്ത പോലെ തോന്നി. പക്ഷേ പുള്ളിക്കാരന് ഇപ്പോഴത്തെ കറണ്ട് സീൻസൊക്കെ ഉണ്ടല്ലോ, ഏജ്ഡ് ആയിട്ടുള്ള സീന് ബാലയ്യക്ക് പക്ക സ്യൂട്ടായിരുന്നു. പുള്ളി വന്ന് നിൽക്കുന്ന സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിന് വിജയ്ക്ക് സ്ക്രീൻ പ്രസൻസ് ഇല്ല അങ്ങനെയൊന്നും പറയുന്നില്ല. വിജയിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ വിജയിൻ്റെ ഡാൻസും കാര്യങ്ങളും, എസ്പെഷ്യലി ഡാൻസ് ഫൈറ്റ്, ഇതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഡാൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തളപതി കച്ചേരി എന്നുള്ള പാട്ടിൽ എന്താ പറയുക, ഓൾറെഡി അനിരുദ്ധും പിന്നെ കോറിയോഗ്രാഫേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, അങ്ങനെ കുറേ പേര് വന്നിട്ട് ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. പാട്ട് കഴിയണ സമയത്ത് വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് അനിരുദ്ധ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ പാട്ട് കഴിയുന്നതാണ് സാധാരണ ഓഡിയോയിലൊക്കെ അങ്ങനെയുള്ളത്. പക്ഷേ അതിനുശേഷം ഒരു മിനിറ്റ് അതിൻ്റെ ഒരു BGM പോകുന്നുണ്ട്, അതിൻ്റെ ഒരു മ്യൂസിക് പോകുന്നുണ്ട്. അതിലും ഏകദേശം 1 മിനിറ്റ് ഡാൻസ് കളിക്കുന്നുണ്ട്. സ്റ്റെപ്പ് വെറൈറ്റി സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ മറ്റേ ബീസ്റ്റിൽ മറ്റൊരു പാട്ടുണ്ടായിരുന്നില്ലേ, ആ പാട്ട് കുറച്ച് വൈറലായി. എന്താ പാട്ടിൻ്റെ പേര്, അറബിക്കുത്ത്. സോ അതിലൊരു സ്റ്റെപ്പ് ഇടുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ, അതുപോലെ തന്നെ വാത്തി കമ്മിങ് എന്നുള്ളതിനൊക്കെ, ആ വാത്തി കമ്മിങ്ങിൽ ലാസ്റ്റ് കുറേ കണ്ടിന്യൂസ് ആയിട്ടൊരു പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് സ്റ്റെപ്പ്. അതേപോലെ ഇതിൽ 1 മിനിറ്റ് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു കോരിത്തെരിപ്പ്, ഒരു എന്താ പറയുക, ഒരു ഗൂസ് ബംസ് ഒക്കെ വരും. അങ്ങനെ കുറേ പാട്ടുകളും പാട്ടിൻ്റെ വിഷ്വൽസും പിന്നെ പാട്ട് കേൾക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് പോസിറ്റീവ് അധികം ഈ പടത്തിൽ ഇല്ല എനിക്ക് തോന്നുന്നു. വിജയിൻ്റെ സ്ക്രീൻ പ്രസൻസും ആക്ടിങ് എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ മമിത ബൈജുവിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചൊരു കൊച്ചുണ്ട്, അത് കുറച്ച് സീൻസിലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് മമിത ബൈജു വലുതായിട്ട് വരുന്നുണ്ട് പാട്ടിൽ. സോ ആ കുട്ടിയായിട്ട് അഭിനയിച്ച ആ കൊച്ചു അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ക്യൂട്ടായിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ മമിത ബൈജുവിനെ കണ്ടപ്പോൾ തന്നെ മൊത്തം ഒരു ഇനി മൊത്തത്തിൽ കണ്ടിരിക്കേണ്ട എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് മമിത ബൈജു ചെയ്തിട്ടുണ്ട്. എനിക്ക് കമ്പാരിറ്റീവ്ലി ശ്രീലീല ചെയ്തതിനെ കമ്പാരിറ്റീവ്ലി അതിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല. മമിത ബൈജുവിൻ്റെ ആക്ടിങ്ങും ആണെങ്കിലും ശരി, സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ശരി, എന്താണ് ട്രെയിലർ കണ്ടപ്പോഴേ തോന്നി. പക്ഷേ പടം കണ്ടപ്പോൾ അതിലേറെ മോശമാണല്ലോ എന്ന് ആലോചിച്ച് പോയി. പക്ഷേ പുള്ളിക്കാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് പ്രേമലു സൂപ്പർ ശരണ്യ. അതിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച ആൾ തമിഴിൽ വന്നപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. ഒരു പടം നന്നായിട്ട് ഇതുവരെ തമിഴിൽ അഭിനയിച്ച് എനിക്ക് തോന്നിയിട്ടില്ല അതർ ലാംഗ്വേജിൽ. ഇനിയിപ്പോൾ സൂര്യയുടെ പടത്തിൽ വരുന്നുണ്ട്, വിശ്വനാഥൻ ആൻഡ് സൺസ് അടുത്ത മാസം റിലീസ്. അതിൽ കണ്ടറിയണം ഇപ്പോൾ എന്താണ്. അത് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് എന്തൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. സോ ഇങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ പൂജ ഹെഗ്ഡെ വന്നിട്ടുണ്ട്. പൂജ ഹെഗ്ഡയുടെ ഒരു പ്രസ് മീഡിയ റിപ്പോർട്ടറൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരുടെ ക്യാരക്ടർ അത്ര വലിയ സംഭവമൊന്നുമില്ല, ആസ് യൂഷ്വൽ ഒരു ക്യാരക്ടർ അത്രയേ ഉള്ളൂ. പിന്നെ പൂജ ഹെഗ്ഡെ അഭിനയിച്ച എല്ലാ പടം 8 നിലയിൽ പൊട്ടും ചെയ്തിട്ടുണ്ട് തമിഴിൽ. എസ്പെഷ്യലി കൂലിയിൽ ഒരു ഐറ്റം ഡാൻസിന് വന്ന് പൊട്ടിച്ചു. പിന്നെ മുഖംമൂടി ഫസ്റ്റ് പടം, അതും അട്ടർ ഫ്ലോപ്പ്. പിന്നെ ഏതൊക്കെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്, പേരൊന്നും ഓർമ്മയില്ല. ഒരു പടത്തിലും അഭിനയിച്ച ഒരു പടം തമിഴിൽ ഹിറ്റായിട്ടില്ല പൂജ ഹെഗ്ഡെ അഭിനയിച്ചത്. ആകെ അഭിനയിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആലാക വൈകുണ്ഠപുരം എന്നുള്ള അല്ലു അർജുൻ്റെ ഒരു തെലുങ്ക് പടമാണ്. അതിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വരുന്ന പടങ്ങളെല്ലാം ആറ്റം ബോംബാണ്. ഹിന്ദിയിൽ ഇപ്പോൾ ഏതൊരു ബോംബിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഇതിന് മൊത്തത്തിലുള്ളൊരു അവസ്ഥ. പിന്നെ വിഡിയോള് വില്ലൻ ബോബി ഡിയോളിനെ പറയുകയാണെങ്കിൽ പുള്ളി ഫിസിക്കും കാര്യങ്ങളൊക്കെ ഷർട്ട് ഊരിയിട്ടുള്ള സീനൊക്കെ അടിപൊളി, മസിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളി ആണ്, നല്ലൊരു വില്ലനാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് കാണിക്കുമ്പോൾ തോന്നുന്നത്. ആ മസിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. പക്ഷേ പിന്നെ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക സ്റ്റാർട്ടിങ് കണ്ടത് മൊത്തം എങ്ങനെയായി പോയി. ഇത് DSPയോ DYSPയോ അങ്ങനെ കണ്ടോണ്ട് ക്യാരക്ടർ പുള്ളി ഒരു പോലീസുകാരനാണ്. അപ്പോൾ നല്ലൊരു പോലീസുകാരനാണ്. നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നിട്ട് അവസാനം നമ്മുടെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ കറപ്റ്റഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ഇടപെടൽ മൂലം പുള്ളിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. പിന്നെ പുള്ളീനെ അണ്ടർവെയറിൽ നടത്തിക്കും. അത് പിന്നെ വിജയൻ്റെ സിനിമയിൽ വില്ലന്മാരെ മസ്റ്റായിട്ടും അണ്ടർവെയറിൽ നടത്തിക്കണം എന്നുള്ളതൊരു നിയമം തോന്നുന്നു. ജാക്കി ഷ്രോഫിനെ ഏതോ ബിഗിലോ ഏതിലോ ഇതേപോലെ നടത്തിപ്പിച്ചിട്ടുണ്ട്. ബിഗിലാണോ മെർസലാണോ ഓർമ്മയില്ല, അതിൽ ഇതേപോലെ നടത്തിപ്പിച്ചിട്ടുണ്ട്.
അവിടെ നിന്ന് വിളിപ്പിക്കുക, എന്നിട്ട് അണ്ടർവെയറിൽ നടത്തിപ്പിക്കുക. എന്തിന് രാകേഷ് ഷെറോഫിൻ്റെ സീനൊക്കെ കാണുമ്പോൾ എന്തിനും തോന്നിപ്പോയി, നാണം കെടുത്താനായിട്ട് അത്രയും വലിയ സ്റ്റാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടത്തും. പിന്നെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര സീനില്ല, അതിൽ കുറച്ചും കൂടെ അണ്ടർവെയറിലാണ്. ഇത് കുറച്ച് ട്രൗസർ പോലത്തെ ഒരു സംഭവമാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ നാടിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇവന്മാർക്ക് നമ്മളവിടെ ഒരു ഇതുമില്ലല്ലോ, നമ്മൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടണമെന്ന് സാധാരണ നല്ല ആളുകൾക്ക് തോന്നിപ്പോവും. സോ അത് മൈൻഡിൽ വെച്ചിട്ട് റിവെഞ്ച് വരും. ഇനി ഞാൻ ഈ നാട്ടുകാർക്കൊന്നും ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല, ഇവന്മാർക്ക് ചെയ്തിട്ട് ഒരു ഗുണമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കണം, ഈ രാജ്യം ഞാൻ കീഴ്പ്പെടുത്തണം, ഞാൻ വലിയ കോർപ്പറേറ്റ് ആവണം, ഞാൻ ഈ ഡോൺ ആവണം, ലോകത്തിലെ നമ്പർ 1 ഡോൺ ആവണം, എല്ലാവരെയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ അധികാരം പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. സോ ആദ്യം കാണിക്കണ ഒരു ഹൈപ്പ് നമുക്ക് ഓക്കെ ആയിരുന്നു. പിന്നീട് ഇതാണ് റീസൺ എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്ര ഉണ്ടായിരുന്നത് ഇങ്ങനെയായിപ്പോയി ആ ക്യാരക്ടർ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, ആസ് യൂഷ്വൽ ഒരു കോർപ്പറേറ്റ് വില്ലനെ പോലെ തന്നെ. പിന്നെ പ്രകാശ് രാജിനെ കുറിച്ച് പറയാതിരിക്കുക വയ്യ, പുള്ളിക്ക് വയ്യ. നല്ലൊരു ആക്ടറായിരുന്നു, ആസ് റെസ്പെക്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പടത്തിലൊന്നും വലിയ മെച്ചമൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റാൻഡും ഇതൊക്കെ എനിക്ക് സിനിമ കാണുമ്പോൾ പുള്ളി പേഴ്സണൽ ലൈഫിൽ ലാസ്റ്റിൻ്റെ ഇലക്ഷൻ്റെ ടൈമിൽ തട്ടിവിട്ട കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. പുള്ളി സിനിമയിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പുള്ളിയുടെ ലൈഫിലും. 2 തോണിയിൽ കാലിടണമെന്നാണ്. ആദ്യം കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നൊരു പൊളിറ്റീഷ്യൻ ആണ് എന്നുള്ളത്. പിന്നെ മനസ്സിലായി പുള്ളിയുടെ കാര്യം. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, പൊളിറ്റിക്സ് അത് അനദർ പാർട്ട്. സിനിമയിലേക്ക് വരാം. ഇങ്ങനെയാണ് ഇതിലത്തെ ഓൾ ഓവർ ക്യാരക്ടേഴ്സ്. പിന്നെ വിജയിൻ്റെ പഴയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, അതിൽ കുറേ ക്യാരക്ടേഴ്സൊക്കെ അവിടെ ഇവിടെ വന്നു പോകുന്നുണ്ട്. കുറേ സീൻസിൽ വിജയിൻ്റെ പാർട്ടിയിലെ മന്ത്രിമാരും പിന്നെ പാർട്ടി സെക്രട്ടറീസ് അങ്ങനെ MLA മാർ അങ്ങനെ കുറേ പേരൊക്കെ വന്ന് അഭിനയിച്ചിട്ടുണ്ട്, തല കാണിച്ച് പോയിട്ടുണ്ട്. ഖുഷി ആനന്ദ് പിന്നെ ഏതൊക്കെയോ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് സീൻസിലൊക്കെ. സോ അത് ആദ്യം ഷൂട്ട് ചെയ്തതാണ്, വീണ്ടും റീഷൂട്ട് ചെയ്തതാണെന്ന് അറിയില്ല. വിനോദിൻ്റെ ഒരു റൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പാർട്ടിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, TVKയുടെ വിജയിൻ്റെ ഞങ്ങൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഞങ്ങൾക്ക് വിജയ്ക്ക് ഇങ്ങനെ ഒരു ഇമേജ് വേണം, ഞങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഇമേജ് വേണം, അതിനനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ് വേണം, കാര്യങ്ങൾ വേണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഓക്കെ, സോ തമിഴ്നാട് പൊളിറ്റിക്സ് അറിയുന്ന ആളുകൾക്ക് ഏകദേശം മനസ്സിലാവും കാര്യങ്ങൾ. അത് ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മതം കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന മതങ്ങൾ, പ്രശ്നങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ നമ്മളത് കുറേ സിനിമയിലേക്ക് കണ്ടുപോയതാണ്. ലാർജർ ദാൻ ലൈഫ് ആ ലെവലിലൊക്കെയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ, ചില ലോജിക്കില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഇപ്പോൾ കുറേ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് ആക്രമിച്ചിട്ട് അവിടെ ബോംബ് വയ്ക്കുന്നു, മന്ത്രിമാരെയും മുഖ്യമന്ത്രിനെയൊക്കെ തടവിലാക്കുന്നു, തമിഴ്നാട്ടിലെ മൊത്തം ആളുകളെ കൺട്രോൾ ചെയ്യണം, പോലീസ് സ്റ്റേഷൻ പൂട്ടുന്നു, അങ്ങനെ പൂട്ടുന്നു, ഇങ്ങനെ പൂട്ടുന്നു. ഇന്ത്യയിലെ നേവി വരുന്നു, ആർമി വരുന്നു, ആർമിക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ? ഓക്കെ, ഏതെങ്കിലും സുപ്രഭാതത്തിൽ ഇങ്ങനെ നടന്നാലും നമ്മളിത് ശരിയാക്കി എടുക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. പക്ഷെ ഇത് ആ ഒറ്റ ദിവസം തന്നെയാണ് ഇവരിതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. എനിക്കതൊക്കെ കണ്ടപ്പോഴാണ് ഇത് എന്ത് ലോജിക്കില്ലാത്ത എന്താണ് ചെയ്തേക്കുന്നത്. ക്ലൈമാക്സിൽ കുറേ റോബോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ആദ്യം കുറച്ച് ഓക്കെ തോന്നി, പിന്നെ അതിൻ്റെ വിഷ്വൽസും കളർ ഗ്രേഡിങ്ങും മൊത്തം കണ്ടപ്പോൾ കണ്ണൊക്കെ മൊത്തത്തിലാകെ ഇതായി. BGM ഒക്കെ അനിരുദ്ധിൻ്റെ BGM ഒക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ എന്താ പറയുക, ഇത് തമനാണ് മ്യൂസിക് ചെയ്ത് തോന്നി. തമൻ സാധാരണ ബാലയ്ക്കൊക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ അടിച്ച് കയറ്റും, എയറിൽ കയറ്റും, അത് കേൾക്കാൻ പറ്റത്തില്ല നമുക്ക്. അതേപോലെയാണ് ഇത് എന്തൊക്കെയോ BGM വെച്ച് ചെയ്തിട്ടുണ്ട്, അടിച്ച് ഫൈറ്റ് സീൻസിലും അങ്ങനെ എന്തൊക്കെയോ വെച്ച് ചെയ്തിട്ടുണ്ട്. സോ അനിരുദ്ധിൻ്റെ BGM എനിക്ക് റീസെൻ്റായിട്ട് കണ്ടതിൽ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നി. ഒരു ഫെയർവെൽ പടം, പുള്ളിയുടെ ലാസ്റ്റ് പടമാണിത്. അപ്പോൾ അതിനുള്ള എക്സ്പെക്ടേഷനാണ് എല്ലാവരും വരുന്നത്. അതിനനുസരിച്ചിട്ടുള്ളൊരു സിനിമ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ എവിടേക്കാണ് കൊമേഴ്ഷ്യൽ മാസ് മസാല എന്നും പറഞ്ഞിട്ട്, പുള്ളീനെ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഒരുവിധം ആളുകൾ രക്ഷകൻ എന്നാണ് പറയുന്നത്. ഓക്കെ, രക്ഷകൻ നല്ലതാണ്, പക്ഷേ എല്ലാ പടത്തിലും രക്ഷകനായിട്ട് വരിക ഓവർ ദ ടോപ്പിൽ ഫുള്ള് മാസ് മസാല കൊമേഴ്ഷ്യൽ പടങ്ങൾ, കുറേ പാട്ട്, കുറേ ഡാൻസ്, പിന്നെ കുറേ ഫൈറ്റ് സീൻസ്. ഇത് എത്ര കണ്ട് മടുത്തു. ഇതൊരു ലാസ്റ്റ് പടമാണ്, നിങ്ങൾ ആക്ഷൻസ് വെച്ചോ, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യും. ഇത് ഓൾറെഡി നമ്മൾ ഒരുപാട് പേര് കണ്ട സിനിമയാണ് ഭഗവത് കേസരി എന്നുള്ളത്. വീണ്ടും ആ സിനിമയെ കൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു കഥയില്ല നമുക്ക് ലാസ്റ്റ് ഒരു പടത്തിന് വേണ്ടത്. ഇത് ലാസ്റ്റ് എന്താ പറയുക, ലോകേഷ് കനകരാജ് ലിയോ വന്നിട്ട് ചെയ്ത പോലെയായി. ആ ഇംഗ്ലീഷ് പടത്തിൻ്റെ അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ ഇംഗ്ലീഷ് പടത്തിനും കോപ്പി അടിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം കോപ്പി അടിച്ച സീൻസൊക്കെ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ എന്താ പറയുക, ലിയോൻ്റെ ക്യാരക്ടർ വന്നപ്പോൾ മൊത്തത്തിൽ മൂഞ്ചിച്ചു. പാർത്ഥിവിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. സോ പുള്ളി സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ കയ്യിൽ നിന്ന് പോയി. അതേ അവസ്ഥ തന്നെ വിനോദൻ റീമേക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. പക്ഷെ കണ്ട സീൻസ് ആണെങ്കിലും ഓക്കെ തോന്നും. പക്ഷേ പുള്ളിയായിട്ട് സ്വയം ചെയ്ത സീൻസുകളൊക്കെ ഒന്നിനും കൊള്ളാത്ത സീൻസ്. പിന്നെ വിജയിൻ്റെ അവസാനത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ പറയാനില്ല. കാലത്തന്നെ നേരത്തുള്ള FDFS ഷോ കാണുമ്പോൾ അതിൻ്റെ ഒരു ഓളത്തിൽ നമ്മളിരുന്ന് കാണും. ആ ഒരു എന്താ സെലിബ്രേഷൻസ്, ടിക്കറ്റ് കീറി വലിച്ചെറിയൽ, ഡാൻസ്, ക്രൗഡ്, ആ നോയ്സ്. സോ ആ ഒരു വൈബ് എൻജോയ് ചെയ്തിട്ട് നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് ഓക്കെ തോന്നും. അതർവൈസ് ഞാൻ ഇപ്പോൾ സെക്കൻഡ് ടൈം ഈ പടം കാണുമെന്ന് വെച്ചാൽ ഞാൻ കാണില്ല, OTT വന്നാലും കാണില്ല.
എന്നാലും അവസാന സിനിമ ഇങ്ങനെ ആക്കിയുള്ളൂ എന്ന് ഓർക്കുമ്പോഴാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ വിജയിൻ്റെ പടങ്ങളൊക്കെ ആണെങ്കിൽ റിലീസ് പടങ്ങൾ കാണേണ്ട അവസ്ഥയാണ്. സോ അവസാന പടം ഒന്നുകൂടെ നന്നാക്കായിരുന്നു എച്ച് വിനോദിനോടാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആര് കേൾക്കാൻ ആരോട് പറയും.